ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു തലേദിവസം അരി ഒന്നും വെള്ളത്തിലിട്ടിട്ടില്ലേ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഞാൻ നേരം വെളുത്ത് നേരത്തെ ഇത്തിരി അരി, ഒരു ചെറിയ ഗ്ലാസ് അരി വെള്ളത്തിലിട്ടു. അത് കുതിർത്തി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഇത്രയും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 4 ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, കുഞ്ഞ് ടീസ്പൂണിൻ്റെ 1/4 ടീസ്പൂൺ, പിന്നെ ഒരു അരമുറിയുടെ പകുതി നാളികേരം. ഇതിട്ടിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ അരി നമ്മൾ നന്നായി ഈ ലൂസിൽ വേണം അരച്ചെടുക്കാൻ. കണ്ടോ, ഈ ലൂസിൽ നമ്മൾ അരച്ചെടുത്തു. ഇനി ഇത് ദോശ ഉണ്ടാക്കുന്ന പാനിലാണ് നമ്മൾ കോരി വെച്ച് ഉണ്ടാക്കാം. നല്ല രുചിയാണ്. ഇറച്ചിയുടെ കൂടിയോ എല്ലാ കറിയിലും കൂടിയും കഴിക്കാൻ നല്ല രുചിയാണ്. ഇനി നമ്മളുടെ മാവ് അരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അരി, ഉള്ളി, ജീരകമൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാനിൽ കോരി ഒഴിച്ചിട്ട് അതിൻ്റെ അപ്പം ചുട്ടെടുക്കാം. മാവ് ഒഴിച്ച് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. അങ്ങനെ അത് എടുത്തു. അങ്ങനെ നമ്മളെ അടുത്ത അപ്പം കോരി വയ്ക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, എളുപ്പമാണ്. ഇതേപോലെ ചുറ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ അടച്ചു വയ്ക്കാം. എല്ലാ അപ്പവും ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ അടുത്ത അപ്പവും എടുത്തു. അങ്ങനെ നമ്മളുടെ എല്ലാ അപ്പവും അങ്ങനെ നമ്മൾ എല്ലാ അപ്പവും കണ്ട ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. നമ്മൾ കൊച്ചുള്ളി ഇട്ട് കടല റോസ്റ്റും പിന്നെ അതേ അപ്പം അരച്ച അപ്പവും കൂടിയിട്ടാണ് കേട്ടോ. നല്ല എന്താ സോഫ്റ്റ് തളർന്നപ്പാണ്. അത് കൂടിയിട്ട് നമുക്ക് കഴിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടണം, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരപ്പാണത്. നല്ല ടേസ്റ്റ് ഉണ്ട്. തലേദിവസം അരി വെള്ളത്തിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ രാവിലെ അതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.